താരസംഘടനയായിട്ടുള്ള അമ്മയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണവുമായിട്ട് മാലാപാർവതി രംഗത്തെത്തിയതോടെ ശ്വേതാ മേനോനും ലക്ഷ്മി പ്രിയയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാകുകയാണ്. മാത്രമല്ല വർഗീയമായിട്ട് അധിക്ഷേപങ്ങൾ നടത്തിയതും അത്തരം രീതികൾ പറഞ്ഞതും അങ്ങനെ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ മാലാപാർവതിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മാലാപാർവതി പറയുന്നതനുസരിച്ച് അൻസിബ പറഞ്ഞതാണ് 100% ശരി, തോറ്റത് ശ്വേതാ മേനോന്റെയും നേതൃത്വവും ലക്ഷ്മിപ്രിയയുടെ അഹങ്കാരവുമാണ്. താരസംഘടനയായിട്ടുള്ള അമ്മയിലെ കൂട്ടരാജിക്ക് പിന്നാലെ സംഘടനയ്ക്കുള്ളിലെ പുഴുക്കൊത്തുകൾ ഒന്നൊന്നായി പുറത്തു വിട്ടിരിക്കുകയാണ് മാലാപാർവതി. സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് പോരാടിയ അൻസിബ ഹസന് കട്ട സപ്പോർട്ടുമായിട്ട് മാലാപാർവതി രംഗത്തെത്തിയതോടെ നടിമാരായിട്ടുള്ള ലക്ഷ്മിപ്രിയയുടെയും ശ്വേതാ മേനോന്റെയും മുഖംമൂടികളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറപ്പെടുന്നത്. എന്തായാലും നമുക്ക് മാലാപാർവതിയുടെ പ്രതികരണം ഒന്ന് കാണാം. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണപരിചയമില്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ അതിനോട് ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് കോൺടെംപ്ലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബ സംസാരിച്ചത്. എല്ലാം വളരെ കൃത്യമായ തെളിവ്. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ പൈസ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം അവർ വായിച്ചു, അതിൻ്റെ പേരിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസം പണം കൊടുക്കാൻ തയ്യാറായ ആ അമ്പലത്തിന് തന്നെ അവരത് ആ കത്ത് അയച്ചു കൊടുക്കുകയും ഒരു മുസ്ലിമായ അൻസിബ ഇത് എതിർത്തു എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തിയെന്നും എല്ലാം പറഞ്ഞ് തെളിവ് സഹിതമാണ് ആ കുട്ടി പറഞ്ഞത്. അതിനെതിരെ ആക്ഷേപം ഉണ്ടായത് അതിനെ ഒരു അഭിനേത്രിന്നോ നടിയെന്നോ മെമ്പറെന്നോ അല്ല, അതിനെ ഒരു മുസ്ലിമായി കണ്ടു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ആക്ഷേപ രൂപേണ കണ്ടു എന്നും അതിനെ ടിനി ടോം മാത്രമല്ല, അത് ഒരു ഗ്രൂപ്പിൻ്റെ ആലോചന എന്നുള്ള പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. താരസംഘടനയിൽ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മാലാപാർവതി പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ വർഗീയ പരാമർശം ലക്ഷ്മിപ്രിയ നടത്തി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മാലാപാർവതി പറയുന്നുണ്ട്. ലക്ഷ്മിപ്രിയയും ടിനി ടോമും ചേർന്ന നടി അൻസിബ ഹസനെ എങ്ങനെയാണ് സംഘടനയ്ക്കുള്ളിൽ ഒറ്റപ്പെടുത്തിയത് എന്നും വർഗീയമായിട്ട് അധിക്ഷേപിച്ചത് എന്നും മാലാപാർവതി വളരെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ വ്യക്തിപരമായിട്ടുള്ള പോലീസ് പരാതിയും അതിന് പിന്നാലെ അൻസിബ നേരിട്ട ക്രൂരമായിട്ടുള്ള സൈബർ വർഗീയ അധിക്ഷേപങ്ങളും അമ്മ ഭാരവാഹികൾ നിസാരവൽക്കരിക്കുകയായിരുന്നു. സ്വന്തം സഹപ്രവർത്തകയെ ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ അതിനെതിരെ ആദ്യമേ നടപടിയെടുക്കാതെ ലക്ഷ്മിപ്രിയയ്ക്ക് സംരക്ഷണം നൽകിയതാണ് ഈ സംഘടനയെ ഇത്ര വലിയ നാട്ടുകേസിലേക്ക് എത്തിച്ചത് എന്നാണ് മാലാപാർവതി വ്യക്തമാക്കുന്നത്. എന്തായാലും ലക്ഷ്മിപ്രിയയെ വലിയ രീതിയിൽ തന്നെയാണ് ലക്ഷ്മിപ്രിയ ഹൻസിബയ്ക്കെതിരെ ഈ ജാതീയമായിട്ട് അല്ലെങ്കിൽ വർഗീയ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ സംഘടനയ്ക്ക് മുകളിലുള്ളവർ യാതൊരു നടപടിയും എടുത്തില്ല, അത്തരം കാര്യങ്ങൾക്ക് യാതൊരു പ്രതികരണവും നടത്തിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ ഹൻസിബയ്ക്കൊപ്പമാണ് ഈ പറയുന്ന മാലാപാർവതിയും മറ്റാളുകളും ഉള്ളത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം വലിയ രൂക്ഷമായിട്ടിരിക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനും ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും മാലാപാർവതി വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഭരണസമിതി ഒട്ടാകെ ഒഴിഞ്ഞതിന് പിന്നാലെ എൻ്റെ ശവം കാണാൻ പോലും ആരും വരരുത് എന്ന വൈകാരികമായിട്ടുള്ള നാടകവുമായിട്ട് ലക്ഷ്മിപ്രിയ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലക്ഷ്മിപ്രിയയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ എന്തെന്ന് ജനറൽ ബോഡിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ ഓട്ടം എന്നാണ് നീന കുറുപ്പും മായ വിശ്വനാഥും ഉൾപ്പെടെയുള്ളവർ പരിഹസിക്കുന്നത്. അൻസിബ പ്രതികരിച്ചത് നിവൃത്തികേട് കൊണ്ടും നീതി നിഷേധിക്കപ്പെട്ടത് കൊണ്ടുമാണെന്ന് തുറന്നു പറഞ്ഞ മാലാപാർവതി ഇനിയെങ്കിലും ഭാരതീയ താരസംഘടന സുതാര്യമായിട്ടുള്ള ഒരു ഭരണസമിതിയിലേക്ക് മാറണമെന്ന് കടുത്ത നിലപാടിലാണുള്ളത്. കലയും സംസ്കാരവും മാത്രം ചർച്ച ചെയ്യേണ്ട, എല്ലാവരെയും ഒരേ കണ്ണോടെ കാണേണ്ട ഒരു താരസംഘടനയ്ക്കുള്ളിൽ കടുത്ത വർഗീയ ചേരിതിരിവുകൾ വ്യക്തമായിട്ട് നിലനിന്നിരുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടി അൻസിബ ഹസന് നേരെ താരസംഘടനയ്ക്കുള്ളിൽ വെച്ച് തന്നെ വലിയ രീതിയിലുള്ള വർഗീയ അധിക്ഷേപങ്ങൾ ഉണ്ടായി എന്ന് മാലാപാർവതി തുറന്നു പറയുമ്പോൾ തകരുന്നത് മലയാള സിനിമയുടെ ഒത്തൊരുമയുടെ മുഖംമൂടി കൂടിയാണ്. സ്വന്തം സഹപ്രവർത്തകയെ വർഗീയമായിട്ട് വേർതിരിച്ച് കാണാനും
അധിക്ഷേപിക്കാനും ചില അംഗങ്ങൾ തുനിഞ്ഞപ്പോൾ നേതൃത്വം അതിന് കുടപിടിച്ചു കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ ലജ്ജാകരം. നടി ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രകോപനപരമായിട്ടുള്ള ഓഡിയോ വിവാദങ്ങളിലും നവമാധ്യമങ്ങളിലെ ഇടപെടലുകളിലും കടുത്ത വർഗീയ അജണ്ടകൾ ഉണ്ടായിരുന്നുവെന്ന് മുൻപേ തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അൻസിബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന ഇത്തരം ബോധപൂർവമായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ആദ്യമേ ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ അമ്മയുടെ ഭരണസമിതി തയ്യാറായില്ല. സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന അൻസിബ ജനറൽ ബോഡിയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭാരവാഹികൾക്ക് കഴിഞ്ഞില്ല. വർഗീയത കളിച്ചുകൊണ്ട് സംഘടനയെ ഭിന്നിപ്പിക്കാൻ നോക്കിയവർക്ക് ഒടുവിൽ അവിടെ നിന്ന് നാണം കെട്ട് ഒളിച്ചോടേണ്ടി വന്ന വസ്തുതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജിഹാദി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പരാമർശം. വർഗീയത വലിയ രീതിയിൽ തന്നെ ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഈ താരസംഘടനയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും മാല പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ അംഗങ്ങൾക്കിടയിൽ പരസ്യ വിശ്വാസമോ ഐക്യമോ ഇല്ലായിരുന്നു എന്നത് ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളും രാഷ്ട്രീയ വർഗീയ ചേരിതിരിവുകളും സംഘടനയുടെ പവിത്രതയെ ബാധിച്ചിട്ടുണ്ട്. നീന കുറുപ്പ്, അൻസിബ ഹസൻ എന്നിവർക്കെതിരെ ഉണ്ടായ പരാതികളിലും തർക്കങ്ങളിലും കൃത്യമായിട്ടുള്ള സമയത്ത് സുതാര്യതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറാകാതിരുന്നതാണ് പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയത്. എന്തായാലും സംഘടനയ്ക്കുള്ളിലെ വലിയ സ്രാവുകളുടെയും ഭാരവാഹികളുടെയും നിലപാടുകൾക്ക് മുന്നിൽ വഴങ്ങാതെ സ്വന്തം നീതിക്ക് വേണ്ടി ഉറച്ചു നിന്ന നടി അൻസിബ ഹസന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് മറ്റ് അംഗങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നത്. അൻസിബ ഉന്നയിച്ച ചോദ്യങ്ങൾ കേവലം ഒരു വ്യക്തിപരമായിരുന്നതായിട്ട് തോന്നുന്നില്ല, മറിച്ച് സംഘടനയുടെ സുതാര്യതയും ജനാധിപത്യത്തെയും കുറിച്ചുള്ളതാണ്. കാരണം ഒരാളുടെ മേൽ വർഗീയത അല്ലെങ്കിൽ വർഗീയ രീതിയിൽ അധിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ആ തെറ്റ് ആവർത്തിച്ചിട്ടും നടപടി എടുക്കാതിരുന്ന കമ്മിറ്റി യോഗം വലിയ പരാജയമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മാല പാർവതി ഉൾപ്പെടെയുള്ളവർ മുതിർന്ന നടിമാർ അൻസിബയ്ക്ക് പരസ്യ പിന്തുണയുമായിട്ട് എത്തിയത് ഈ ഒരു പോരാട്ട വീര്യത്തിന്റെ കൂടി കാര്യമാണ്. തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ ഈ നാടകീയമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ലക്ഷ്മിപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. ലക്ഷ്മിപ്രിയയുടെ പ്രകോപനപരമായിട്ടുള്ള ഓഡിയോകൾക്കും നിലപാടുകൾക്കും എതിരെ നടപടി എടുത്തിരുന്നു എങ്കിൽ ഈ ഒരു വിലകൽപ്പുകൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാലാ പാർവതിയുടെ നിരീക്ഷണം 100% ശരിയാണെന്ന് സിനിമാ ലോകവും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ ലക്ഷ്മിപ്രിയയെ വെട്ടിലാക്കിയ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വരുന്നുണ്ട്. നടി ഉഷ പങ്കുവച്ച പോസ്റ്റാണ് വീണ്ടും ചർച്ചയാകുന്ന. അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത് ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെ മാറ്റർ തന്നെ FBയിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ, ഒരു കാര്യം മനസ്സിലാക്കണം, ചാനലുകൾ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് പാടുന്നത് പോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാം എന്നുള്ള വലിയ മോഹം ഞങ്ങൾ പൊളിച്ചടുക്കിയതിന്റെ, ആ മോഹം പൊലിഞ്ഞു പോയതിന്റെയും രോദനമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ, അതിനൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി. ഞങ്ങൾ അവളെ ചേർത്ത് പിടിച്ച് ഒപ്പം നിന്നു. നിങ്ങളെ പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്കും വേണ്ട. ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇന്റർവ്യൂകളിൽ ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ് നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ മറ്റ് സഹപ്രവർത്തകരുടെ മുൻപിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെ ജിഹാദി എന്നാണ് വിളിച്ചത് എന്നും എന്നെ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ വായ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് ആർക്കും താല്പര്യമില്ല എന്നായിരുന്നു ഉഷ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത്. എന്തായാലും ലക്ഷ്മിപ്രിയക്കെതിരെ എല്ലാവരും ഒരുമിച്ച് എത്തുകയാണ്. ഈ വർഗീയ പരാമർശം വലിയ രീതിയിൽ തന്നെ ലക്ഷ്മിപ്രിയയ്ക്ക് തിരിച്ചടി ആയിട്ടുണ്ട്. എന്തായാലും ടിനി ടോം ആണ് ഇത് ആദ്യമേ വിളിച്ചത്, അല്ലെങ്കിൽ ഈ വർഗീയ പരാമർശം ജിഹാദി എന്ന് വിളിച്ചത് എന്നായിരുന്നു അൻസിബ പറഞ്ഞത്. എന്തായാലും ലക്ഷ്മിപ്രിയയും അത് വിളിച്ചിട്ടുണ്ട്, വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിൽ തിരിച്ചടി ഇപ്പോൾ ഇരുവർക്കും കിട്ടി. ഇതിനിടയിൽ മാലാ പാർവതി നടത്തിയ തുറന്നു പറച്ചിൽ വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.